ആര്യ, മന്ത്രി ഇന്നിപ്പോൾ ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി വിശദീകരിച്ചത് ഏകദേശം 80 മീറ്റർ പരിശോധന നടത്തി എന്നതാണ്. പക്ഷേ ഈ ആമേഞ്ച തോട്ടിനുള്ളിൽ പരിശോധന നടത്തി അകത്തേക്ക് പോയ ഈ റോബോട്ടിന് ഏകദേശം 15 മീറ്റർ മാത്രമേ അകത്തേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളൂ. മാത്രമല്ല, മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാനുവൽ വഴി വളരെ കുറച്ച് ദൂരം, അതും 15 മീറ്റർ മാത്രമേ അകത്തേക്ക് പോകാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഈ 80 മീറ്റർ എത്രത്തോളം പരിശോധന സെർച്ച് നടത്തി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും നഗരസഭയിലെ പ്രതിപക്ഷ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെ ഈ ദൗത്യം ഇപ്പോഴും ഫലവത്താകുന്നില്ല? 24 മണിക്കൂർ പിന്നിടുന്നു, റോബോട്ടിനെ ഇറക്കിയിട്ട് മാലിന്യം അതിൻ്റെ റോവറിൽ കുരുങ്ങുന്ന സ്ഥിതി ഏത് രീതിയിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത്? ഇപ്പോൾ ഒരു പൂർണ്ണമായ ഈ ദൗത്യം വിജയം കാണാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യം ഈ മാലിന്യം പോകുന്ന ഒരു തുരങ്കം, ആ തുരങ്കത്തിൻ്റെ ഏകദേശം ഒരു 15 മീറ്റർ ഉള്ളിലേക്ക് തന്നെ പ്രവേശിച്ചു എന്ന് തന്നെ ഇപ്പം അനുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഏകദേശം 70 മീറ്ററോളം ദൈർഘ്യമുള്ള ഈ തുരങ്കത്തിൻ്റെ മാലിന്യവും മണ്ണും, ഇവിടെ വർഷങ്ങളായി വരുന്ന മാലിന്യവും മണ്ണും ഇത് അടിഞ്ഞു കിടന്നതിൽ ഇതുമായിട്ട് ഈ തുരങ്കവുമായി ജോയിൻ്റ് ആയിരിക്കുകയാണ്. ഈ തുരങ്കവുമായി ജോയിൻ്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിലേക്ക് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ മാലിന്യം പുറത്തേക്കെടുത്ത് മാറ്റേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. മാലിന്യം ഇന്നലെ നടത്തിയ സേവന പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ആ ദൗത്യസേന ആ മാലിന്യം നീക്കം ചെയ്ത സ്ഥലത്തേക്ക് ഇന്നും മാലിന്യത്തിൻ്റെ ഒഴുക്ക് വരികയാണ്. ഇതാണ് ഇന്നലെ ഞങ്ങൾ ഉന്നയിക്കപ്പെട്ട വിഷയം. 200 മീറ്റർ ചുറ്റളവ് മാത്രമേ റെയിൽവേയുടെ അധീനതയിലുള്ളൂ. ഈ 200 മീറ്റർ ചുറ്റളവിലുള്ള റെയിൽവേയുടെ അധീനതയിലുള്ള ഭൂമിയിൽ നിന്ന് മാത്രമല്ല ഈ മാലിന്യം ഉണ്ടാകുന്നത്. ഇത് 12 കിലോമീറ്റർ, നഗരത്തിൻ്റെ വാർഡുകളിലുള്ള 12 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ് ഈ പാർവതി പുത്തനാർ ഒഴുകി വരുന്നത്. അപ്പോൾ അവിടെ മാലിന്യം അതാത് സമയങ്ങളിൽ ഇത് എടുത്തു മാറ്റപ്പെട്ടിരുന്നു എങ്കിൽ ഇത് ഇവിടെ വന്ന് ഡംപ് ചെയ്യില്ലായിരുന്നു. രക്ഷാദൗത്യം നടക്കുമ്പോഴും മാലിന്യം ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും രക്ഷാദൗത്യത്തിന് പോലും തടസ്സമാകുന്ന തരത്തിലേക്ക് മാലിന്യം ഒഴുകി വരുന്നു. ഇത് ഞങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഇത് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വസ്തുത പറയുമ്പോൾ അവിടെ രാഷ്ട്രീയം കലർത്തുന്നു, അല്ലെങ്കിൽ ഇതിന് ചേരിതിരിവുണ്ടാക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇന്ന് കാണുന്ന, അല്ലെങ്കിൽ 200-500 മീറ്റർ അപ്പുറത്തേക്ക് ഇന്ന് മാലിന്യം തടയിട്ടിട്ട് അവിടെ നിന്ന് ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്തിരുന്നുവെങ്കിൽ ദൗത്യസേനയ്ക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അവരെ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോഴും മാലിന്യം വന്ന് കൂമ്പാരമായി വമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ആന്റണി രാജു മുൻമന്ത്രിയൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു മാനുവൽ ഉണ്ട്, ആ മാനുവൽ തുറന്നാണ് പരിശോധന നടത്തിയത്. ഇപ്പോൾ റെയിൽവേയുടെ മാലിന്യവും അതിനകത്ത് തള്ളുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്രമാത്രം മാലിന്യം എങ്ങനെ വരും എന്ന സംശയം അവർ ഉന്നയിക്കുന്നു. എന്നാൽ ഓപ്പറേഷൻ അനന്തയ്ക്ക് ശേഷം പിന്നീട് വർഷങ്ങളായിട്ട് ഇവിടെ ക്ലീൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ നിന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു നടപടി കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതായത് മാലിന്യം ഒഴുകി വരുന്നൊരു സാഹചര്യം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് തടയുന്ന നടപടി ഉണ്ടായിട്ടില്ല. ഈ ഒഴുകി വരുന്ന മാലിന്യം ഇവിടെ എത്താതിരുന്നാൽ മാത്രമല്ലേ ഈ മാൻഹോളിലേക്കോ അല്ലെങ്കിൽ റെയിൽവേയുടെ ഈ പ്രവേശിക്കുന്ന 200 മീറ്റർ ചുറ്റളവിൽ വരുന്ന അധീനതയിലേക്ക് പ്രവേശിക്കാതിരിക്കും. ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഭരണാധികാരികളായിട്ടുള്ള ആരും തന്നെ ബോധവാന്മാരല്ല. ഭരണകൂടത്തെ സംബന്ധിച്ച്, തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ഇതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കാരണം ഈ നഗരത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം പിരിച്ചെടുക്കുന്നത് അവരാണ്. ആ പണം പിരിച്ചെടുക്കുന്ന അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ദൗത്യം മേയർ തന്നെ, ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ സൂചിപ്പിച്ചു, 95% ചെയ്യേണ്ടത് നഗരസഭയാണെന്ന് മന്ത്രി തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇനിയുള്ള സമയമെങ്കിലും, ഇനിയൊരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യേണ്ടതായിട്ടുള്ള ദൗത്യം നഗരസഭ ഏറ്റെടുക്കുകയും ആ നഗരത്തിൻ്റെ മേയർ എന്ന നിലയ്ക്ക് മേയർ അതിന് മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാം. ആര്യ, ഇപ്പോൾ സ്കൂബ ടീം ആദ്യം തിരിച്ചു കയറിയെങ്കിലും ഒരു സംഘം വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അവർ 2 പേർ അകത്തേക്ക് പോയിട്ടുണ്ട്. സർവ്വസജ്ജരായി അകത്ത് പരിശോധന നടത്തുന്നതിന് വേണ്ടി, വീണ്ടും തിരച്ചിലിന് വേണ്ടി കയറിയിരിക്കുകയാണ്. എത്ര മീറ്റർ ദൂരം അവർക്കുള്ളിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. കാരണം അവർ തിരിച്ചു കയറിയാൽ മാത്രമേ അതിലൊരു നമുക്കൊരു വ്യക്തത ഉണ്ടാവുള്ളൂ. ഏതായാലും ഈ കയറിയ സംഘം അകത്തേക്ക് പോകുമ്പോൾ അവരുടെ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പരിശോധന നടക്കുന്നു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. അപ്പോഴും ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് വരെയെങ്കിലും ഈ സംഘത്തിന് എത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനം. കാരണം നേരത്തെ ഈ റോബോട്ടിനെ ഇറക്കിയപ്പോൾ 15 മീറ്ററൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നീട് മാലിന്യം കാരണം മുന്നോട്ട് നീക്കാനായിട്ടില്ല. മാത്രമല്ല, അത്രയും ഭാഗത്തെ ക്ലീനിങ് നടന്നിട്ടുള്ളൂ. റോവറിൽ മാലിന്യം കുരുങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം വലിയ തോതിലുള്ള മാലിന്യത്തിൻ്റെ ഒഴുക്ക് അടിയിലൂടെ ഉണ്ട്.
ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ അടിഭാഗത്ത് തന്നെ മാലിന്യം നിറഞ്ഞു കിടക്കുന്നെങ്കിലും അതിനടിയിൽ തന്നെ വലിയ തോതിൽ മലിനജലം ഒഴുകിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഇതിനകത്ത് കുടുങ്ങിയാൽ എത്രത്തോളം അകത്തേക്ക് പോകാൻ സാധിക്കുമെന്നതെല്ലാം തന്നെ ഒരു അവ്യക്തമാണ്. കാരണം ഈ 150 മീറ്റർ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന രക്ഷാസേന നിൽക്കുന്ന സ്ഥലം മുതൽ ഇതിൻ്റെ മറുവശമായ 5ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഒന്നാം ടെർമിനലിൻ്റെ പുറത്തു വരെയുള്ള ഭാഗം, 2ാം ടെർമിനലിൻ്റെ പുറത്തു വരെയുള്ള ഭാഗത്ത് അകത്തേക്ക് പ്രവേശനമുള്ളത് അല്ലെങ്കിൽ തുറന്ന് നോക്കി പരിശോധന നടത്താൻ കഴിയുന്നത് 3ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെയുള്ള ഒരു മാൻഹോളിൽ മാത്രമാണ്. അപ്പോൾ ഇതിനടിയിൽ മാലിന്യത്തിൻ്റെ ഒരു ശേഖരം എത്രത്തോളം ഉണ്ട് എന്നത് പ്രധാനമാണ്. ഏറ്റവും ഗുരുതരമായ വീഴ്ച വർഷങ്ങളായി ഈ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ ക്ലീനിങ് നടന്നിട്ടില്ല എന്നതാണ്. ക്ലീനിങ് നടന്നിട്ടില്ല എന്നത് ഒരു വശത്ത് റെയിൽവേയോട് ആവശ്യപ്പെടുമ്പോൾ അവർ അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും ഈ മാലിന്യം ഇവിടേക്ക് ഒഴുകി വരുന്ന സാഹചര്യം തടയേണ്ടത് നഗരസഭ തന്നെയായിരുന്നു. അത് നിർവഹിക്കുന്നതിൽ അത് നഗരസഭയുടേതാണെന്ന് ഒരു വിമർശനം. ഒപ്പം തന്നെ ഈ ആമയഞ്ചാൻ തോട് നഗരസഭയുടേതല്ല, മൈനർ ഇറിഗേഷൻ്റെ കനാലാണ്, അപ്പോൾ സർക്കാരിൻ്റെതാണെന്നുള്ള വിമർശനം ഒരു വശത്ത്. എന്തു തന്നെയായാലും ഇത്തരം വലിയ തോതിൽ മാലിന്യം പ്രതിദിനം ഒഴുകിയെത്തി വർഷങ്ങളായി ഒഴുകിയെത്താനും ആ മാലിന്യം ഈ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലേക്ക് എത്താനുമുള്ള ഒരു സാഹചര്യം ഒരുക്കിയവർക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. അതൊരു വശത്ത്. അപ്പോൾ തന്നെ അങ്ങനെ ഒഴുകിയെത്തുമ്പോൾ അത് സമയാസമയം ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കേണ്ടത് റെയിൽവേയുടെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. പരസ്പരം പഴി ചാരുകയാണ്.